രണ്ടാമതൊരു കാര്യം, ഇത് അമ്മയ്ക്ക് ഇങ്ങനെ കല്ല് വരുന്നൊരു പ്രവണത കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ശബരി ഞങ്ങൾ ഒരു ഡോക്ടറിനെ കാണിച്ചതിന് ക്രിയാറ്റിന്റെ അളവ് ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ ഇതുപോലെ നടുവേദന. ക്രിയാറ്റിൻ എത്ര ഉണ്ടായിരുന്നു? ക്രിയാറ്റിൻ എത്രയാണെന്ന് അറിയത്തില്ല, നോർമൽ ആണെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം അതിനുശേഷമാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഇതുപോലെ ഒട്ടും നടുവേദനയൊക്കെ ആയിട്ട് അങ്ങ് കൂടിയപ്പോ ഞങ്ങൾ പിന്നെയും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം പറഞ്ഞ ഡിസ്കിന് അകൽച്ചയുണ്ട്. അത് മാത്രമല്ല ഒരു 2 കിഡ്നിയിലും 2 കല്ല് വീതമുണ്ട്. ഒരെണ്ണത്തിനകത്ത് 1.8 ഒരെണ്ണത്തിനകത്ത് 0.9 അങ്ങനെ കല്ലുണ്ട്. സെന്റിമീറ്റർ ആണോ ഇത്? മില്ലിമീറ്റർ. 0.9 ഒന്നുകൂടി പറഞ്ഞ് കണക്കൊന്നുകൂടി പറഞ്ഞ്. 0.9 1.8. അത് വളരെ മില്ലിമീറ്റർ ആണല്ലോ, ഉറപ്പാണല്ലോ അല്ലേ? 2 കിഡ്നിയിലും. അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ച് പിന്നെ അതങ്ങ് മാറിയായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞ് പിന്നെ സ്കാൻ ചെയ്തപ്പം മാറിയായിരുന്നു. പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പം 2.2 എന്ന അളവ് കാണിച്ചത്. അത് ഒരു ചെറിയൊരു, അതായത് സ്റ്റോണിന്റെ അളവ് വളരെ ചെറുതാണ്. 2.2 മില്ലിമീറ്റർ, ആദ്യം കണ്ടത് 0.8. അപ്പൊ 4 മില്ലിമീറ്റർ താഴെ ആണ് സ്റ്റോണിന്റെ, അത് വൃക്കയിലെ കല്ലാണിത്. 4 മില്ലിമീറ്റർ താഴെയാണ് വൃക്കയിലെ കല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് മൂത്രത്തിൽ കൂടി പുറത്തു പോകുന്നതാണ്. ക്രിയാറ്റിൻ നോർമൽ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ മതി. ഒരു ദിവസം ഒരു 3 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ അത് മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഓപ്പറേഷനൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇത് അമ്മയ്ക്ക് ഇങ്ങനെ കല്ല് വരുന്നൊരു പ്രവണത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കല്ല് എന്തുകൊണ്ട് വരുന്നെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ലവണങ്ങൾ, അത് കാൽഷ്യം, ഫോസ്ഫറസ്, യൂറിക് ആസിഡ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട് എന്തുകൊണ്ട് വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റുകൾ. അത് സമയം കിട്ടുമ്പോൾ അടുത്തുള്ള ഒരു വൃക്കരോഗ നെഫ്രോളജിസ്റ്റിനെ ഒന്ന് കാണിച്ച് ആ ടെസ്റ്റുകളൊന്ന് ചെയ്ത് എന്തുകൊണ്ട് വരുന്നു എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ മരുന്ന് കഴിച്ചാൽ കല്ല് വരാതെ നമുക്ക് തടുക്കാൻ പറ്റും. പിന്നെ ഈ കല്ല് അലിഞ്ഞു പോകാനുള്ള ചില മരുന്നുകളും ഉണ്ട്. അത് നമുക്ക് ഈ ടെലിവിഷൻ ഷോയിൽ പറയാൻ പറ്റില്ല. അപ്പം ഏറ്റവും അടുത്തുള്ള ഒരു നെഫ്രോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അത്തരം മരുന്നുകളും തരും.